എപ്പോഴും പരാതിയാണ്, നമുക്കതില്ല ഇതില്ല, നമ്മളെ ലൈഫിൽ മാത്രം ഇങ്ങനെ. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ അടുത്ത് ഒരു അറബിക് വീഡിയോ ഇങ്ങനെ സ്റ്റാറ്റസും സ്റ്റോറിയിലും ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് കുറേ ആളുകൾ ഇതിൻ്റെ അർത്ഥം ചോദിച്ചിട്ടുണ്ട്. കാരണം അത് ലാംഗ്വേജ് അറിയില്ലെങ്കിൽ പോലും മൂപ്പര് പ്രസൻറ്റ് ചെയ്യുന്നൊരു ശൈലി നമുക്ക് ആ രീതിയിലൊരു ഇൻ്റർ ഫീലിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. കാരണം മൂപ്പര് അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ആവശ്യം കൈകാര്യം ചെയ്തിട്ടുള്ളത്. കൂടുതലായിട്ടൊന്നുമില്ല. ഒരിക്കലും റസൂലിനോട് ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, റസൂലെ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങളെ ആയിഷ ബീവിക്ക് വേണ്ടി ദുആ ചെയ്യും. പഠിച്ചവനെ ആയിഷ ബീവി അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു കൊടുക്കണമെന്ന് റസൂലുള്ളാഹി തങ്ങളെ ദുആ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട സമയത്ത് ആയിഷ ബീവിക്ക് എന്താ പറയുക, ഭയങ്കര സന്തോഷവും. ആയിഷ ബീവിക്ക് അത്രയ്ക്ക് സന്തോഷമായിട്ട് എന്താ പറയുക, ആയിഷ ബീവി ചിരിക്കുന്നുണ്ട്, റസൂലിനോട് ഈ സന്തോഷം പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി ആയിഷ ബീവിനോട് ആയിഷ എനിക്ക് സന്തോഷമായി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആയിഷ ബീവി പറയും, പിന്നെ എനിക്ക് സന്തോഷമാവാതെ അത്രയ്ക്ക് സന്തോഷമായി റസൂല് പറയുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങളെ ആയിഷ ബീവിനോട് പറയുന്നുണ്ട്, ആയിഷ, ഞാൻ ഈ രീതിയിൽ എൻ്റെ ഉമ്മത്തിന് വേണ്ടി, എൻ്റെ സമുദായത്തിന് വേണ്ടി എല്ലാ ദിവസവും നിസ്കാരം കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കലുണ്ട്, ദുആ ചെയ്യലുണ്ടെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ മൂപ്പര് കൺവേ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ ഇതിലെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ട ഒരു ഇന്നർ ഫീലിങ്സ് എന്ന് പറയുന്നത്, എന്താ പറയുക, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് എപ്പോഴും പരാതിയാണ്, നമുക്കതില്ല ഇതില്ല, നമ്മുടെ ലൈഫിൽ മാത്രം ഇങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് നമുക്കെപ്പോഴും എല്ലാ കാര്യത്തിലും നമുക്ക് പരാതിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഈ പരാതി പറയണത് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മളെ ലൈഫിൽ പ്രതീക്ഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, നമ്മളെ സാന്നിധ്യം അല്ലെങ്കിൽ നമ്മളെ സ്നേഹം പ്രതീക്ഷിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകൾ എന്ത് ചെയ്യുക, കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ജീവിതത്തിലെ ഒരു 90% പ്രശ്നങ്ങളും മാറിക്കിട്ടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം.